ചിക്കൻ ബിബിക്യൂ സ്പൈസി ഗ്രിൽഡ് ചിക്കനും. അപ്പൊ എത്ര രണ്ടും കൂടി 420. 100 രൂപ കൂടി തരാം കേട്ടോ അല്ലേ? തന്നില്ല ബാക്കി. എനിക്ക് തന്നില്ല. വണ്ടിയുടെ അത് പറയാം. നമ്മളെവിടെയാണോ ഗൈസ്, ഇവിടെ പെരുന്നാളിന് ഒരു റെഡ് ഷെഫ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞു. ഇതുവരെ വരാൻ പറ്റില്ല. കുറേ കാലം തോന്നുന്നു ഓപ്പൺ ചെയ്തിട്ട്. പർച്ചേസ് ചെയ്യണം. എന്തായാലും ഭക്ഷണം വെച്ചിട്ട് പറയാം. അപ്പോൾ നമ്മൾ പെരുന്നാളിനുള്ള റെഡ് ഷെഫിലേക്കാണ് ഗൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ അങ്ങനെ വെറുതെ ഓർഡർ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കാണാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. നമ്മൾ പാഴ്സലാണ് മേടിച്ചത്. അതുകൊണ്ട് ഞാൻ ആക്ച്വലി ഹെക്സാ ബർഗർ ഉദ്ദേശിച്ച് പോയതാണ്. പക്ഷേ ഞാൻ ഹെക്സാ ബർഗർ മേടിച്ചില്ല. കാരണം എനിക്ക് മന്തി മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി കഴിച്ച് തീരുമെന്ന് അറിയാത്തതിനെ കൊണ്ട് അത് മേടിച്ചില്ല. എനിവേ ഞാൻ അവിടെ ഹെക്സാ ബർഗർ കണ്ടു. അവർക്ക് മൂവിങ് അതാണെന്ന് തോന്നുന്നു. 760 റുപ്പീസും ഉണ്ട്. പിന്നെ ഞാൻ മേടിച്ചത് 2 ബർഗറുമാണ്. പിന്നെ 2 ബർഗർ മേടിച്ചപ്പോൾ ഒരു കോൾഡ് കോഫി ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും അവർ തന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് വന്നു. പോണ വഴിക്ക് നമ്മൾ പെരുന്തൽമണ്ണയിൽ തന്നെ മിഡ്വേന്ന് ഒരു മന്തി മേടിച്ചു പാഴ്സൽ. അത് മേടിച്ചിട്ട് അങ്ങനെ പോവാണ് ഗൈസ്. അച്ഛനാ കട മനസ്സിലായോ എവിടെയാന്ന്? മിഡ്വേ. പെരുന്തൽമണ്ണ തന്നെ ബൈപ്പാസിൽ മറ്റേ ഐഷ കോംപ്ലക്സ് ഒക്കെ അറിയുന്നുണ്ടാവും. അവിടെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട്. ഞാൻ അവിടെ നിന്നാണ് ത്രെഡ് ചെയ്യാറ്. കാരണം എനിക്ക് എവിടെ നിന്ന് ചെയ്താലും അത് കറക്റ്റാണ് പറഞ്ഞിട്ട് ഗൈസ്. ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ വൃത്തിയായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞു. അവിടെ നിന്ന് പിന്നെ നേരെ താഴ്ത്തുന്ന മന്തി മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് എത്താനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കാറിൽ തന്നെ ഒരു ബർഗർ കഴിച്ചു കേട്ടോ. ഞാനും ആളും കൂടി കൂടിയിട്ട് ഒരു ബർഗർ കഴിച്ചു. എനിക്ക് തോന്നുന്നതിൽ നാട്ടിൽ നിന്ന് കഴിച്ചതിൽ വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബർഗറാണ്. ഗൈസ് 2 അടിച്ചപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഒരു കോൾഡ് കോഫി ഫ്രീയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഞാൻ പ്രിപ്പയർഡായിരുന്നു ഗൈസ്. നമ്മൾ ഒരാഴ്ച വ്രതം എടുത്തിട്ടുള്ളൂ ശബരിമലയുടെ. എന്നാലും നമ്മളൊരു മന്തിയിൽ തുടങ്ങാൻ പോകണം. നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു പീസ് വിത്ത് സ്കിന്നിങ്ങനെ കീറി മുറിച്ചെടുക്കുക. അതെടുത്ത് ഇത് ചാർക്കോളും അത് വരികയുണ്ട് ഗൈസ്. നമ്മൾ മിഡ്വേന്ന് പാഴ്സൽ അടിച്ചാണ്. ഒരു പീസ് എടുക്കുക. ഇങ്ങനെ മയണൈസിൽ ഇങ്ങനെ മുക്കിയിട്ട് ആ ചമ്മന്തിയും കൂടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഈ ചട്നി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഗൈസ്